പാർട്ടി ഗ്രാമമാണ് കേട്ടോ. ട്രംപ് ട്രംപ്. ഇവിടെ പെപ്സി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കോമൺ ആണ്. അവൾക്ക് ഷൈ കേട്ടോ. അവൾക്ക് ¿Cómo estás? Bien. ദാ ഫുള്ള് വാഴയാണ് കേട്ടോ. ഈ നാട്ടിലെ വാഴകളും മാങ്ങാമരങ്ങളും. ഹലോ ഫ്രണ്ട്സ്, ചിക്കനോമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത് ഈ കാണുന്ന കട്ടിലിൽ. ഈ കാണുന്നത് എൻ്റെ സുഹൃത്തിൻ്റെ റൂമാണ് കേട്ടോ. എൽ സാൽവഡോർ എന്ന് പറയുന്ന സെൻട്രൽ അമേരിക്ക, മധ്യ അമേരിക്ക. അമേരിക്ക എന്ന് പറയുന്നത് രണ്ട് ഭൂഖണ്ഡമാണ്. ഉത്തര അമേരിക്കയും ദക്ഷിണ അമേരിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളെ സെൻട്രൽ അമേരിക്ക, നടുക്കുള്ള അമേരിക്ക, അതിനെന്താ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാപിറ്റലായിട്ടുള്ള സാൻ സാൽവഡോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ക്യാപിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇവിടെ പറഞ്ഞ് ഞാൻ ഇറങ്ങുവാണ്. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തായിരുന്നു. ഇവിടെ നമ്മുടെ എംപനാദയാണ് കേട്ടോ. എംപനാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കായ്പോള. നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പം ഉത്തര കേരളത്തിലെ കായ്പോള. നോ ഐ വിൽ ഈറ്റ്. മോർണിംഗ്. ബുവനോസ് ദിയാസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ പട്ടി. ലൂണ ബൈ. ചാവോ. നോസ് വാമോസ്. ഷീസ് വെരി സാഡ്. ബൈ. ഓ, പേടിച്ചു പോയി. ഇങ്ങോട്ടാ. Una patita. Okay. Dile sit. No, sit. Luna, come. Sit. Ask for patita. നക്കല്ലേ പ്ലീസ്. പാവണം കേട്ടോ, നല്ല പട്ടി. Thank you so much for hosting me. Oh no, it was so good to meet you. Come to Kerala, okay? I will, and you're always welcome here in El Salvador. Yeah. So, thank you so much. Yes, let me know when you get to San Miguel. Yeah, sure. അങ്ങനെ ഞാൻ ഇനി പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഈസ്റ്റ് ഭാഗത്തോട്ടാണ്. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് ഞാൻ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്. ആപ്പിളും കഴിച്ചിട്ട്, ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും അങ്ങനെ കഴിച്ചില്ല, ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് യാത്ര തുടങ്ങണം. ഞാൻ സിറ്റിയിലോട്ടാണ് ആദ്യം പോകുന്നത്. റൂട്ട് 10. ഓക്കെ, ദിസ് നോ സെൻട്രോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ബസ്. നമ്മൾ സെൻട്രോയിലോട്ടാണ് കേട്ടോ പോകുന്നത്. സെൻട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻട്രൽ ഭാഗം, ഡൗൺ ടൗൺ ആണ് കേട്ടോ. ബസ്സിലൊക്കെ കയറാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണ്. പിന്നെ ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് അത്യാവശ്യം ചീപ്പാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ പബ്ലിക് ബസ്. ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതല്ലാന്ന് തോന്നുന്നു, പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ബസ്സിൽ തന്നെ 35 സെൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലൊരു 37 രൂപ, 40 രൂപയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ പൈസ. ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഡോളറാണ് കേട്ടോ. ഡോളർ വെച്ചിട്ടാണ് ഇവിടെ എല്ലാ പരിപാടിയും. അതായത് 2001 മുതൽ ഇവിടുത്തെ കറൻസി അവർ ഡോളറാക്കി. കാരണം ഇവരുടെ പഴയ കറൻസി നിലംപതിക്കാറൊക്കെ ആയപ്പോൾ അവർ വിചാരിച്ചു ഡോളറിൽ ഇനി പരിപാടി നടത്താം, അപ്പോൾ അവരുടെ കറൻസി അങ്ങനെ അതംപതിക്കില്ല, അങ്ങനെ ഡോളറിലാക്കി കേട്ടോ. ഇവരുടെ സാമ്പത്തികമൊക്കെ എക്കോണമിക്ക് വലിയ കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി അവസാനം ഞാൻ നമ്മുടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞാൻ നമ്മുടെ ഇവിടുത്തെ സിറ്റി സെൻട്രൽ ഭാഗത്തോട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ സെൻട്രൽ ഭാഗത്ത് കുറച്ച് നടന്നാൽ നമ്മുടെ സെൻട്രൽ ഭാഗത്തെത്തും. ഇവിടെ എല്ലായിടത്തും ട്രാഫിക് ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. രാവിലെ എന്ത് ട്രാഫിക്കാന്ന് നോക്കി എൽ സാൽവഡോറിൽ, ഇവിടെ സാൻ സാൽവഡോറിൽ. കുറേ പഴക്കമുള്ള വീടുകൾ, ആളും പേരും ഇല്ലാത്ത കുറേ വീടുകൾ ഈ രാജ്യത്ത് കാണാൻ സാധിക്കും. അതായത് ഇവിടുത്തെ മുമ്പത്തെ ഇവിടുത്തെ ഓടിപ്പോയ നാർക്കോസ് അല്ലെങ്കിൽ അവരുടെ കുറേ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുവാണ്. നമ്മുടെ സെൻട്രൽ ഭാഗത്തോട്ട് അങ്ങനെ അവരെ ആവശ്യമില്ലാത്ത വണ്ടികളൊന്നും കയറ്റി വിടുന്നില്ല. അതിൻ്റെ പ്രധാന കാര്യം ഇവിടെ എന്തൊക്കെയോ വർക്ക് കിടക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സെൻട്രൽ ഭാഗത്തോട്ടോ. ഭയങ്കര കാമായിട്ടുള്ള ഒരു ക്വൈറ്റായിട്ടുള്ള പ്ലേസ്. കുറേ ആളുകളൊക്കെ ന്യൂസ് പേപ്പർ, ഇത് നമ്മുടെ ഇവിടുത്തെ ലിബർട്ടി സ്ക്വയറാണ്. ഇവരുടെ ഒരു ലിബർട്ടി സ്ക്വയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ കുറേ ആളുകൾ, അതായത് ഇവിടുത്തെ പ്രാദേശികരായിട്ടുള്ള അങ്കിൾമാർ, അപ്പൂപ്പന്മാരൊക്കെ ഇവിടെ വന്ന് ന്യൂസ് പേപ്പർ വായിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാവരും കണ്ടോ, രാവിലെ പണിയൊന്നും ഇല്ലാത്ത അപ്പൂപ്പന്മാരൊക്കെ, ബാക്കി എല്ലാവരും പണിക്ക് പോയി. ഇത് റിട്ടയർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ വീടില്ലാത്തവർ, അങ്ങനത്തെ കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പ്രാവിനെയൊക്കെ നോക്കി കുറേ പേരിങ്ങനെ വെറുതെ ഇരിക്കുക. ഇവിടെയും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ.
ഈ ഒരു ഭാഗത്ത് മുഴുവൻ. ഈ കാണുന്നത് ഇവരുടെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഈ കാണുന്നത് ഒരു പഴയൊരു കാത്തലിക് പള്ളിയാണ്. കാത്തലിക് പള്ളി വിചിത്രമായിട്ടുള്ള ഒരു രീതിയാണ് അവരുടെ അകത്ത്. ഇഗ്ലേസിയ എൽ റൊസാരിയോ കാത്തലിക് പള്ളിയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലായിടത്തും ഒരു സ്ക്വയറിൻ്റെ ഇവിടുത്തെ സെൻറ്റർ ഭാഗത്തായിട്ട് കാത്തലിക് പള്ളികൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഇതാ വന്ന് നമ്മുടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിപ്പുണ്ട്. കൊള്ളാം കേട്ടോ. ഈ കാണുന്ന ഒരു ഏരിയയിൽ മുഴുവൻ നമ്മുടെ ഷൂ ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പൂപ്പന്മാരൊക്കെ വന്നിട്ട് ഷൂ ക്ലീൻ ചെയ്യുന്ന ഒരു സ്ഥലങ്ങൾ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ. ഇതെല്ലാം 19-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സെൻറ്ററാണ് കേട്ടോ. കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിരുന്ന സെൻറ്ററാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതുപോലെ മനോഹരമായിട്ടുള്ള കുറേ ബിൽഡിങ്സ് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല ബിൽഡിങ്ങുകളും അവർ മനോഹരമാക്കിയതാ പല ബിൽഡിങ്ങുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഡോങ്കീസ്, എനിക്കൊന്നും ഒരു കഫേ എന്തോ ആണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ സെൻറ്ററിൻ്റെ മുഖച്ഛായ കുറച്ചുകൂടെ മാറുവാണ്. കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ട് അവർ പല ബ്രാൻഡുകളുടെ ഷോപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പണികൾ നടത്തിപ്പിക്കുക. നല്ല ഒരു മോഡേൺ രീതിയിൽ കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ നാഷണൽ ലൈബ്രറിയാണ്. 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഈ ലൈബ്രറിയുടെ പേര് ബിനാഎസ് എന്നാണ് കേട്ടോ. BINAES. ഇത് പണിത് കൊടുത്തത് നമ്മുടെ ചൈനീസ് ഗവൺമെൻറ് ആണ്. ചൈനീസ് ഗവൺമെൻറ്, നമ്മുടെ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ഏകദേശം $54 മില്യൺ കേട്ടോ. $54 മില്യൺ കൊടുത്തിട്ട് ഇത് പണിത് കൊടുത്തത് എന്തിനാണെന്ന് ഒരു രീതിയിലും അറിയില്ല. അതിൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ മെട്രോപൊളിറ്റൻ കാത്തലിക് ചർച്ചാണ്. ഇതിൻ്റെ പേര് ബിബ്ലിക്കോ നാഷണൽ ദെ എസ് സാൽവദോർ. കണ്ടില്ലേ, അസിസ്റ്റൻസിയ ദെ ചൈന, ചൈനയുടെ അസിസ്റ്റൻ്റ് കൊണ്ട് നിർമ്മിച്ചതാണെന്ന് ചൈനീസ് ഭാഷയിൽ നമ്മുടെ ഇവരുടെ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റികളുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലൈബ്രറിയുടെ ഉൾഭാഗം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ലൈബ്രറിക്ക് ഫുള്ള് പ്രൊട്ടക്ഷനും സംഭവങ്ങളും, എല്ലായിടത്തും പോലീസുകാർ, പട്ടാളക്കാർ. അവിടെ ധാരാളം പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ ആ കാണുന്ന സ്ഥലത്ത്. ഞാൻ നിങ്ങൾക്ക് എല്ലാം പോയി കാണിച്ചു തരുന്നില്ല. ഫുള്ള് ഒരു ലൈബ്രറിയാണ് കേട്ടോ. ഭയങ്കര വലിയ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല. പുറത്ത് കാണുമ്പോൾ തോന്നുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഏരിയകളിൽ കുട്ടികൾക്കുള്ള ഗെയിം സെക്ഷൻസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ലൈബ്രറിയുടെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള കാഴ്ച. നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ കാണുന്ന പള്ളിയിലെ അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ ക്രിസ്ത്യൻ കാത്തലിക് പള്ളിയാണ്. അതിന് മുന്നേയുള്ള ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയർ. ഇവിടുത്തെ ഇവരുടെ നാഷണൽ മ്യൂസിയത്ത് പറക്കുന്നത് ഇവരുടെ എൽ സാൽവഡോറൻ ഫ്ലാഗാണ് കേട്ടോ. എൽ സാൽവഡോറിൻ്റെ നാഷണൽ ഫ്ലാഗാണ് അവിടെ കാണുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ ആർക്കിടെക്ചർ പണിത ഒരു പള്ളിയാണ്. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പള്ളി. ഈ കാണുന്ന പള്ളി പിന്നീട് തീ പിടിച്ചു. ഈ പള്ളിക്ക് എർത്തുകൈക്ക് ഭൂകമ്പം ഇവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അങ്ങനെ ഭൂകമ്പം ഉണ്ടായി. അതിനൊക്കെ ശേഷം പിന്നീട് അവർ 1999 വീണ്ടും പുതുക്കി പണിത ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ആ കാണുന്ന സ്ട്രക്ചറാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ പറഞ്ഞ നമ്മുടെ നാഷണൽ മ്യൂസിയം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലൈബ്രറി വരുന്നത്. എന്നെ നമ്മുടെ യേശു മാടി വിളിക്കുവാണ് കേട്ടോ. മോനെ വന്ന് കണ്ട. ഞാൻ എന്തായാലും പള്ളിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ. സ്ട്രീറ്റ് ആർട്ടിസ്റ്റുകളാണ് കേട്ടോ ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കുന്നത്. അത് സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നിയില്ല. തോന്നും കേട്ടോ. പുള്ളിക്കാരൻ കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ. ഇവർ ഈ ഒരു കൊളോണിയലായിട്ടുള്ള പഴയകാലത്തെ ബിൽഡിങ്ങുകളൊക്കെ മനോഹരമാക്കി ഒരു വലിയൊരു ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു സെൻറ്ററാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. നടപ്പാതകളാവട്ടെ, സൈക്ലിംഗ് പാത്തുകളാവട്ടെ, ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളാവട്ടെ, മാത്രമല്ല മനോഹരമായിട്ടാണ് ഇവരെല്ലാം കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
ഈ കാണുന്ന സ്ട്രീറ്റ് മുഴുവൻ ലോട്ടറിക്കാരാണ് കേട്ടോ. സി ലോട്ടറി ലൊത്തിൻ ഓ ലോട്ടറിയാണ് കേട്ടോ. ഇതിൻ്റെ പൈസയാണ് $1,00,000. $5,000 അടിക്കുന്നത്. $5,000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 4,80,000 ഇപ്പോഴത്തെ കണക്ക് വെച്ച് 5 ലക്ഷം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കോന്തോ കോന്തോ Dólares. Este de 50 y este de $1. $50. ഇത് 50 പൈസ 50, അതായത് 50 രൂപ അടിപ്പിച്ച് ഈ കാണുന്നതിന് $1 94 രൂപ എന്തോ ഉണ്ട് കേട്ടോ. 95 96 രൂപ എന്തോ വരും. 100 കൂട്ടാം കേട്ടോ. Gracias. I don't have luck. ഇവിടെ ഫുള്ള് സ്ട്രീറ്റ് ഫുള്ള് വരാം. കൊള്ളാം കേട്ടോ, നല്ല ലോട്ടറി. ഇതാ ഓരോ ആളുകൾ ലോട്ടറി നോക്കി ലിസ്റ്റ് ജയിച്ചോന്ന് നോക്കാൻ വേണ്ടി വന്ന് നോക്കുന്നതാണ് കേട്ടോ അവരുടെ പേപ്പറിൽ. ഹല ഹല ഓ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയുള്ള സ്ത്രീകളെല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അടിപൊളി കേട്ടോ. നല്ല കളർഫുൾ ആയിട്ടുള്ള ലോട്ടറി. നമ്മുടെ നാട്ടിലെ പോലെ കൂതറ ലോട്ടറി അല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ രസമുള്ളതാണ്. ഇത് കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള ലോട്ടറിയാണ്, നല്ല രസത്തില്. അല്ല ബോനോ പുള്ളിക്കാരി എന്തോ പോലെ ആക്കി. അല്ല ബോനോസ് ഡിയാസ്. ¿Cómo estás? Bien. Mucho bien. ¿Tu nombre? Astrid. Mahin. Mucho gusto. Gracias. അപ്പോൾ ഞാനിനി ഈ സെന്റ് മിഗോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് ഇനി യാത്ര ചെയ്ത് പോകാനായിട്ട് പോകുന്നു. ബസ് എടുക്കണം. ഹിച്ചേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഹിച്ചേക്ക് ചെയ്യാം, പക്ഷേ ഹിച്ചേക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അല്ലെങ്കിൽ സിറ്റിയുടെ പുറത്തിലോട്ട് ബസ് എടുത്തിട്ട് ഹിച്ചേക്ക് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. എന്ത് ചെയ്യണമെന്നൊരു കറക്റ്റ് ഐഡിയ അല്ല കേട്ടോ. നോക്കട്ടെ എന്തായാലും. ഇവിടെ വഴിയോരങ്ങളിൽ കുറേ ആളുകൾ, ഇതാ ആ ഒരു ഭാഗത്തും കാണാം, കുറേ ആളുകൾ സ്ട്രീറ്റിൽ പഴയ സാധനങ്ങൾ ഇട്ട് വിൽക്കുവാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഒരു സ്ട്രീറ്റ് ഫുള്ള് ഇവരാണ് കേട്ടോ. ഇതുപോലുള്ള ലോക്കലായിട്ടുള്ള പഴയ സാധനങ്ങൾ. ഇവിടെ ചില ബസ്സുകളിൽ ഇതാ പട്ടാളക്കാരന്മാരുണ്ടല്ലോ തോക്ക് വെച്ചുകൊണ്ട് ആ ഫ്രണ്ടിലും പുറകിലും കേട്ടോ. എന്തിനാന്തോ പട്ടാളക്കാരന്മാർ. ഈ കാണുന്നത് ഒരു പട്ടാളക്കാരനാ. ഞാൻ നമ്മുടെ ബസ് പിടിച്ച് ഇവിടുത്തെ ടെർമിനലിൽ വന്നു. എനിക്ക് പുതിയ ഫ്രണ്ട് കിട്ടി. അമിഗോ. ഓല അമിഗോ. ഓല. ഇതാണ് എൻ്റെ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട tu nombre? Orlando. Yo Mahim. Soy de India. Mucho gusto. Yes. അപ്പോൾ ഞാൻ ബസ് പിടിക്കാൻ വേണ്ടി പോവാണ്. ബസ്സിന് എത്ര രൂപയാണെന്നൊന്നും അറിയില്ല. അത്യാവശ്യം നല്ലൊരു വലിയൊരു ടെർമിനൽ, ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള നല്ല ബസ് സ്റ്റാൻഡ്. ടെർമിനൽ എന്ന് പറയുന്നത് ഒരു ബസ് സ്റ്റാൻഡിനെയാണ്, ഓട്ടോ ബസ് ടെർമിനൽ. അതാ കണ്ടോ ഇവിടെ എല്ലാം. പുള്ളി വേറെ എങ്ങോട്ടാണ് പോകുന്നത്. എൻ്റെ ബസ് അവിടെ ഉണ്ട്. ആ കാണുന്നത് സാൻ മിഗലോട്ട് പോവാണ്. പക്ഷെ ആ കാണുന്ന ബസ്സിന് $5. നമ്മുടെ നാട്ടിൽ 500 രൂപ അടുപ്പിച്ചുണ്ട്. ഇല്ല സൂപ്പർ ബസ് വേണ്ട, എനിക്ക് ലോക്കൽ ബസ് മതി. ഇവിടെ നമ്മുടെ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട്. അല്ല ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ്. ഇവിടെ ഓൾറെഡി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അത്യാവശ്യം AC ബസ്സാണ്. $3 കേട്ടോ ഈ ഒരു ബസ്സിൻ്റെ വിലയായിട്ട് വരുന്നത്. കണ്ടില്ലേ, അധികം ആളുകളൊന്നുമില്ല. ഇവിടെ അവസാനമായിട്ട് നോക്കുമ്പോൾ വാഷ്റൂമൊക്കെ ഉണ്ടല്ലോ. സോറി, അബദ്ധം, പുള്ളിക്കാരനെ എടുത്തോട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാഷ്റൂം. സോറി, ഞാൻ അനുമതി ചോദിക്കാതെ കാണിച്ചു. ആരെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഇതാണ് കേട്ടോ. ആ കാണുന്നത് നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ. ഈ കാണുന്നത് നമ്മുടെ സൂപ്പർ സ്പെഷ്യൽ അല്ലാത്ത കുറച്ച് സ്പീഡ് കുറവുള്ള ബസ്സാണ്. അത് സൂപ്പർ സ്പെഷ്യലായിട്ട് പോകുന്നതാണ് കേട്ടോ. അത് പക്ഷേ പെട്ടെന്ന് പോവുകയും ചെയ്യും.
ഒരു $2 കൂടുതലാണ്. അതുമാണ് അതിൻ്റെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ വേറെ കുറേ ബസ്സുകളുണ്ട്, ഇതുപോലത്തുള്ള ബസ്സുകളൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് കോർട്ട്, നമുക്ക് ഒരു വലിയൊരു ഫുഡ് കോർട്ട് കാണാം, ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു എന്താ പറയുക, ഒരു ബസ് സ്റ്റേഷൻ. ഇവിടെ ബസ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോകുന്ന വഴിയിൽ ഇവിടെ പഴയ ഏതൊരു വിമാനം എടുത്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ബസ് ബോറിംഗ് ജേണി കേട്ടോ. ഇത് കുറച്ച് ഒരു ലക്ഷറി ടൈപ്പ് ജേണി പോലെ, അതുകൊണ്ട് നമുക്ക് അധികം ആളുകളുടെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ലോക്കൽ ബസ്സല്ല കേട്ടോ. ഇവിടെ കുറേ ആളുകൾ ബസ്സിൽ എപ്പോഴും വരുന്ന ഒരു സംഭവമാണ്. ഇതാ പല സാധനങ്ങളും കൊണ്ട് വിൽക്കാൻ വേണ്ടി. ഇവിടെ ഗോയാവ, പപ്പായ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനോ എന്തോ ഒരു സാധനം കേട്ടോ. അതോ ഈ ലോലിപോപ്പ് പോലത്തെ ചിക്കനോ. സത്യത്തിൽ ബസ്സിൻ്റെ അകത്ത് പോയി ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമുക്കൊന്നും കറക്റ്റ് കാഴ്ചകൾ കാണാൻ പറ്റില്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അടുത്തുള്ള ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും അവരുടേതായിട്ടുള്ള തിരക്ക്. ഇത് ഞാനും വല്ല ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് നോക്കുക. ഇവിടെ ഏത്തക്കൊലകൾ നിൽക്കുന്നുണ്ടോ, കാണുന്ന വഴിയിൽ ഫുള്ള് ഏത്തക്കൊലകൾ കേട്ടോ. ഈ കൊച്ചു ജനലിലൂടെ ഒരു സംഭവം കാണാൻ കഴിയില്ല. മറ്റുള്ള വണ്ടികളിലൊക്കെ ആണെങ്കിൽ ആളുകളോട് സംസാരിച്ച് ലിഫ്റ്റ് അടിച്ച് പോകുന്ന സുഖം വേറെയാണ് കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. ഇവിടെ പോകുന്ന വഴിയെല്ലാം പുപ്പുസറിയ മെലിസ. പുപ്പുസറിയ എന്ന് പറഞ്ഞാൽ പുപ്പൂസ വിൽക്കുന്ന കടകളാണ് കേട്ടോ. പുപ്പൂസയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം, പുപ്പൂസയാണ്. അടുത്ത സ്റ്റോപ്പിൽ നിന്നും അടുത്ത ആളുകൾ കയറി. ഇവിടെ നല്ല മലകളാണ് കേട്ടോ. ഇവിടെ ധാരാളം വോൾക്കാനുകളൊക്കെ ഉണ്ട്. പക്ഷേ വോൾക്കാനയിലൊന്നും ഞാൻ പോയിട്ടില്ല. അത്യാവശ്യം ചീപ്പാണ് കേട്ടോ. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് വോൾക്കാനയൊക്കെ ഇവിടെ ചീപ്പായിട്ട് പോകാനും സാധിക്കും. ബസ്സിലടുത്ത വേറൊരാൾ കയറിയിട്ടുണ്ട് കേട്ടോ. പൈസ വാങ്ങാൻ വേണ്ടി ജോക്കറായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി. പുള്ളി എന്തൊക്കെ കാണിക്കുന്നു ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ കുട്ടികളെ കയ്യിൽ നോക്കുന്നുണ്ടോ. Desaparécete frente a todo este público ahora. ¿Verdad? Que se desaparezca. ¿Verdad? പുള്ളിക്കാരൻ എന്തൊക്കെ കോമാളിത്തരം കാണിക്കുവാണ് കേട്ടോ. പക്ഷെ ഭയങ്കര കഴിവാണ് കേട്ടോ ആളുകളെ ചിരിപ്പിക്കാനൊക്കെ ആയിട്ട്. നമ്മുടെ ബസ് തന്നെ എവിടെയോ ഡ്രോപ്പ് ചെയ്തിട്ട് ബസ് പോയിട്ടുണ്ട്. ഫുള്ള് മാർക്കറ്റ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെയിൽ കേട്ടോ. വണ്ടിയുടെ അകത്തിരുന്ന് ഇത്രയും നേരം വെയിലൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ നല്ല വെയിലും ഒരു കറക്റ്റ് ആഫ്രിക്കയിലെ ചില മാർക്കറ്റുകളൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ മാർക്കറ്റ് മുഴുവൻ സ്ട്രീറ്റ് ഫുഡുകളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ നമ്മുടെ തമാലിസ്, പിന്നെ ഡ്രസ്സ് സംഭവങ്ങൾ, വാവ് വേറെ ലെവൽ കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറേ സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. പഴം, ഒന്നാമത്തെ പഴം, പിന്നെ ഫ്രൂട്ട്സുകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ വലിയ ക്യാരറ്റ്, ചെറിയ പഴം, അടിപൊളി കേട്ടോ. ഇവിടെ പിന്നെ ഇവർ കവറിലാക്കി നമ്മുടെ കുക്കുംബറും തണ്ണിമത്തനൊക്കെ വിൽക്കുന്ന കാഴ്ചയാണ്. ഈ കാണുന്ന ഫുള്ള് സ്ട്രീറ്റ് ഫുഡ്. പിന്നെ ഇവരുടെ ഹാംബോക്കുകൾ, വീട്ടിൽ കെട്ടിക്കിടക്കാനായിട്ടുള്ള ഹാംബോക്കുകൾ. ഈ കാണുന്ന സാധനം എന്താന്ന് തോട്ടോ എനിക്കറിയില്ല. നട്ടുച്ച കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള വെയിൽ. ഹലോ, ഇവിടെ നിന്ന് നമ്മുടെ ഹോണ്ടറാസ് രാജ്യം പോകാനായിട്ട് വലിയ ദൂരമില്ല. ഇവിടുത്തെ ക്യാരറ്റിൻ്റെ വലിപ്പം നോക്കിക്കേ, ഭയങ്കര വലിപ്പമുള്ള ക്യാരറ്റ്. പിന്നെ കുറേ ക്യാൻഡീസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ഇത് തന്നെയാണ്. ഈ കാണുന്നത് ഞാനിവിടെ കണ്ട വഴിയിൽ കണ്ട ഒരു മാർക്കറ്റാണ്. ഫുള്ള് ഫുഡിൻ്റെതും ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ
ഇവിടെ ഒടുക്കത്തെ ട്രാഫിക്കും ഒടുക്കത്തെ ചൂടും കേട്ടോ. എല്ലായിടത്തും നല്ല ട്രാഫിക്കാണ്. അവർ വഴിയിൽ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ തർത്തിയയാണ്. തർത്തിയ ഉണ്ടാക്കുന്ന കാഴ്ച. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ, ഇവർ കാത്തലിക് ആൾക്കാർ, തലയിൽ ഇതുപോലത്തെ സ്കാർഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകൾ എന്ത് തരത്തിലുള്ള വിശ്വാസമാണ്, നോർമൽ കാത്തലിക് തന്നെയെന്തോ എനിക്ക് കറക്റ്റ് ഒരു ഐഡിയ അല്ല കേട്ടോ. കുറേ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള വൈറ്റ് ഷാളുകൾ അവരുടെ ദേഹത്ത് ഇട്ടിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു വണ്ടിയിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന അങ്ങോട്ട് പോവാണ്. കൗസഫ്, അതായത് കൗസഫിങ് വഴി ഞാൻ പരിചയപ്പെട്ടതാണ് കേട്ടോ. ഓൺലൈൻ വഴി പുള്ളിക്കാരൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകണം. മുമ്പ് പരിചയമില്ല. ഇവിടെ നല്ല ക്യാമറയൊക്കെ ക്യാമറ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോർ സെക്യൂരിറ്റി ഉൺസ് എന്തോ മോന്തോ യോ ക്രീപ്പാതോ. ഞാൻ സ്പാനിഷൊക്കെ വായിക്കുന്ന വളരെ പൊട്ടത്തെറ്റാണ്. എന്നാലും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ് കേട്ടോ. Hola amigo. Hola. ¿Cómo estás? Gusto. ഞാൻ ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വെറുതെ ഒന്നും അങ്ങനെ കയറി പോകാൻ പറ്റൂല. ഭയങ്കര സീനാണല്ലോ. ഓൾറെഡി എൻ്റെ സുഹൃത്ത് 2 ദിവസം മുന്നേ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു എൻ്റെ അടുത്തുനിന്ന് കേട്ടോ. കാരണം ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടി. ഇവിടെ കണ്ടില്ലേ ആ കൂറ്റമല, മനോഹരം. എൻ്റെ അമ്മ, ഒരു ക്രൈസി ഏരിയ കേട്ടോ. ഇവിടെ സെക്യൂരിറ്റിക്കാർ എൻ്റെ തോക്കൊക്കെ വെച്ച് വഴിയിൽ നിൽക്കുന്നു. ആ കാണുന്നത് ഇവിടുത്തെ ഒരു വോൾക്കാനോയാണ് കേട്ടോ. വോൾക്കാനോ. ഗ്രാസിയാസ്. പുള്ളി എന്നെ ഇവിടെ കൊണ്ടാക്കി. എനിക്ക് കോഡ് എൻ്റെ ഫ്രണ്ട് ഓൾറെഡി പറഞ്ഞു തന്നു. എൻ്റെ അമ്മോ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ്. പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റാണ്. പുള്ളി മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. പുള്ളിയുടെ ഫാമിലി വേറെ ഇങ്ങോട്ടാണ്. നമ്മുടെ ആക്റ്റീവ് വോൾക്കാനോയാണ് ആ കാണുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട് വന്നു. ആക്റ്റീവ് വോൾക്കാനോ പൊട്ടി വന്നാൽ സാൻ മിഗോൽ എല്ലാം പോകും കേട്ടോ. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. സാൻ മിഗോൽ പിസ്സ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഈ നാട്ടിൻ്റെ പേരിലുള്ള പിസ്സ ഷോപ്പാണ്. ഞാൻ നല്ല വിശപ്പ് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഹോസ്റ്റ്. ഹലോ ബ്രോ. Hi. ¿Cómo estás? Bien, muy bien. You can introduce yourself. Well, my name is Lumer. I'm from San Miguel, El Salvador, and this time he tried to taste the horchata. This San Horchata. Miguel, no? Horchata from San Salvador. Horchata from San Miguel. സാൻ മിഗോയിലെ ഒർച്ചാത്തയാണ്. അതായത് നമ്മുടെ പീനട്ട് വെച്ചുണ്ടാക്കിയ ഒർച്ചാത്തയാണ്. എനിക്ക് വലിയ ഇഷ്ടമായില്ല. പിന്നെ ഇത് നമ്മുടെ ലെമണൈഡ്, സ്ട്രോബെറി ലെമണൈഡ്. ഇവിടെ അമിഗോ അല്ല, പുള്ളിയുടെ ഒരു സുഹൃത്തുമുണ്ട്. ഷോ മീ യുവർ സുവനീർ. Okay. പുള്ളിക്ക് ഒരു സുവനീർ ഉണ്ട്, അത് കാണിച്ചു തരാം ഞാൻ. It's my precious souvenir from India. വേർ ഇൻ ഇന്ത്യ യു ഗോ? 4 years ago. 4 years ago. വിച്ച് പ്ലേസ് യു ഗോ? വിച്ച് സിറ്റി? Delhi and Jaipur. Jaipur. Yeah. You like there? Yeah, I like it. How's your impression? The food, I love the food, and the Delhi, the noise. Noise, beep. Exactly. Yeah. And the cart, the tuk-tuk cart. Yeah. Exactly. Next you will come to south. Okay. The south I never visit, but maybe in the future. Yeah, you should come. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കട്ടെ. കുറച്ചാത്ത എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഷുഡ് ഐ മിക്സ്? Yeah, mix it. അപ്പോൾ നല്ല തണുപ്പ് കേട്ടോ. തണുപ്പ് പിടിച്ച് പോയി എനിക്ക്. The flavor is the peanuts. നമ്മുടെ പീനട്ടില്ലേ, നമ്മുടെ കപ്പലണ്ടി വെള്ളം. It's like a peanut milk. Yeah. ഞാനിവിടെ Don't have ചിക്കൻ the പിസ്സ. same religion? സോറി? Don't have the same religion? യെസ്, റിലീജിയൻ. യെസ്, So- ബട്ട് കൾച്ചർ ഡിഫറെൻറ്റ്. Okay. യാ. ഇവിടെ പുള്ളിക്കാരെ നമ്മൾ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. ഇതിനിടയിൽ ഞാൻ കുറേ നേരം റെസ്റ്റ് എടുക്കുകയായിരുന്നു, വീഡിയോസ് എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറച്ച് പേരൊക്കെ വന്നു കേട്ടോ. യെസ്. ¿Cuántos días estar acá? Maybe 1 or 2 or ¿Iki? 1 or 2. ¿Y de ahí? Honduras. A Honduras. Honduras. Qué chido. Ah, yo tengo una hermana, fíjate. ¿Ah? Honduras. Honduras, sí. Tengo una hermana ¿Hermana? mía. Ajá. Honduras. Ajá. ¿Casa? ¿Honduras? Sí. Ah. ¿Iki, no? No. Oh. Honduras. Hola. Traer. ¿Tu nombre? Naomi.
നവമി. Tu nombre? Mateo. മറ്റേ നമ്മുടെ ബ്രോന്റെ സുഹൃത്താണ്. nombre? സൈനി മോളാണ് കേട്ടോ. നമ്മൾ ഇനി പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കേട്ടോ. എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിനക്ക് എന്ത് വേണം, എവിടെ പോകണം, എവിടെയാണ് കൊണ്ടുപോയി കഴിപ്പിക്കേണ്ടത്, ഭയങ്കര സ്നേഹം കേട്ടോ. പുള്ളി ഭയങ്കര ബ്രോ. ഹലോ. Hello. നമ്മളിവിടെ ഏതോ ഒരു ചൈനീസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ബ്രോന് 29 വയസ്സേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പ്രായമാണ് ബ്രോ, നമ്മുടെ സെയിം പ്രായമാണ്. ചിനോ ടോയി പ്രസ് എന്ന് പറഞ്ഞ ഒരു കട. ഇവിടെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പെപ്സി എന്ന് പറഞ്ഞ സാധനം ഭയങ്കര കോമൺ ആണ്. അവൾക്ക് ഷൈ കേട്ടോ, അവൾക്ക് അങ്ങനെ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. നവമിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മള് കോള ഇവര് പ്രത്യേകം എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഇവരുടെ ഫ്രൂട്ട് സലാഡ് പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതെന്ത് സാധനം, ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. ഇതിൽ ഫുൾ ഐസൊക്കെ ഇട്ടിട്ട് കുറെ എന്തൊക്കെ ഇട്ടിട്ടുള്ള. വാട്ട്സ് ദ നെയിം ബ്രോ? Salad juice. സലാഡ് ജ്യൂസ്. ഇതാണ് സലാഡ് ജ്യൂസ്. In Spanish, it's like fresco de ensalada. ഫ്രൈഹോലൻ സലാഡ്. Okay. ഇതാണ് നമ്മുടെ ഫ്രൈഹോലൻ സലാഡ്. അവൻ ഫോൺ കിട്ടിയപ്പോൾ ഫോണിലാണ് കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ വന്നു, പല ഭക്ഷണങ്ങൾ വന്നു. നവോമി ഇന്ത്യൻ ഭക്ഷണത്തെ കുറിച്ച് പറയുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രോ പറഞ്ഞു കൊടുത്തു. ഇല്ല, ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കൊടുത്തായിരുന്നു. ബ്രോയിന് ഇന്ത്യയിൽ വന്നെങ്കിലും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഭക്ഷണമൊന്നും അങ്ങനെയല്ല, ചിലയിടത്ത് മാത്രമാണ്. അപ്പൊ നവോമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇവന്റെ സ്ഥലത്തുള്ള ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമാണ്, മോശം ഭക്ഷണമല്ല. ഇത് ചൈനീസ് ഭക്ഷണം കുറെ ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ട് അവിടെ. നമ്മുടെ റൈസും ചിക്കനും, ഇത് ചൗമീനും ചിക്കനും. നമ്മൾ ഫുഡ് കഴിച്ചിരുന്നിട്ട് ബാക്കി വന്ന ഫുഡ് കണ്ടില്ലേ, ബാക്കി വന്ന ഫുഡ് യു തു കൊമിത. പുള്ളിക്കാരിയാണ് കേട്ടോ ഇത്ര ഓർഡർ ചെയ്തത്. നവമി തു ഇവിടെ ഫുൾ ഓർഡർ ചെയ്തിട്ട് ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് എത്ര ഫുഡ് എന്നോ. നമ്മൾ വെറുതെ ഓർഡർ ചെയ്തത് ലാസ്റ്റ് എല്ലാം വേസ്റ്റായി. നമ്മള് ഇവിടത്തെ ബൈപ്പാസിലൂടെ നടക്കുവാണ് കേട്ടോ. ഓ ഡോങ്കി, നോ കൗ, ഡോങ്കി. കഴുതയാണ് കേട്ടോ റോഡിൽ കൂടെ നടക്കുന്ന, ഹൈവേ കൂടെ ഇവിടെ ബൈപ്പാസിൽ കൂടെ നടക്കുവാണ്. ഇവിടെ എന്നെ ഒരു ഡ്രൈവിന് കൊണ്ടുവന്നിരിക്കുകയാണ് നവമി കേട്ടോ. ഇവിടെ ബൈപ്പാസ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അലങ്കരിച്ചിട്ടൊക്കെയാണ്. ആളുകൾ രാത്രി നൈറ്റ് ഡ്രൈവ് പോകുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അഡിയോസ് നോസ് വാമോസ്. രാവിലെ ഞാനിവിടെ ടർക്കി ട്രൈക്കൊണ്ടിരിക്കുകയാണ്. ഹോല മൈക്കോ. Hello. ബുനോസ് ദിയാസ്. Buenos días. ബുനോസ് ദിയാസ്. ഇത് മൈക്കോ. മൈക്കോളിൻ്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത്. മൈക്കോൾ എനിക്ക് വേണ്ടി മുട്ട, പിന്നെ ഞാനിവിടെ ഏതാണ്ട് നമ്മുടെ ടർക്കി പിന്നെ ഈ കാണുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ മെലൻ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണ്. ഭക്ഷണം കഴിക്കാൻ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നിൽ ഇരിക്കുകയാണ്. ജാമ്, ഇത് കണ്ടോ, നാരങ്ങ എന്ന് പറഞ്ഞുള്ള വാക്ക്. നാരങ്ങ. Do you know, bro, from where this word came from? From what? This word originated. Is super? I don't know. No. This naranga. Naranja? This word originated from where? Other type? Originated. Oh, yeah. This language, Spanish language, naranga. Naranja? You know from where it came? From India? From Kerala. Really? From my side. It's my language. Oh, really? All time, Yeah. there was trade relation between Arab people and Kerala. Oh. And they took this word. Then the Spanish people, Naranja. then the Spanish people go to Arab land to spices. Okay. Then they got this naranja. Oh, okay. Then 1500 they came to Latin America and they got the word. Interesting. നാരങ്ങ എന്നുള്ള വേർഡ് ഇവിടേക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളം വാക്കാണ് കേട്ടോ. ആ മലയാളം വാക്കാണ് ഇവിടെ ഇപ്പോൾ കാലകാലങ്ങളിലായിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങ. അതുപോലെ മേശ എന്ന് പറയുന്ന വാക്ക്. പക്ഷെ മേശ എന്ന് പറയുന്ന വാക്ക് സ്പാനിഷിൽ നിന്ന സ്പാനിഷിൽ നിന്നാണ് യൂറോപ്പിൽ നിന്നാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നത്. ബട്ട് നാരങ്ങത് നമ്മുടെ നാട്ടിൽ നിന്നാണ് യൂറോപ്പിലോട്ടും ലോകത്തെല്ലായിടത്തും പോയത്. നമ്മൾ ബ്രോന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി. ഈ കാണുന്നതാണ് ഇവിടുത്തെ അഗ്നിപർവ്വതം. വോൾക്കാനയാണ് കേട്ടോ ഇവിടുത്തെ കാണുന്നത്. വലിയ വോൾക്കാനയാണ്, ആക്റ്റീവ് വോൾക്കാനയാണ്. എപ്പം വേണോ പൊട്ടിത്തെറിച്ച് ഇങ്ങോട്ടൊക്കെ വരാൻ കേട്ടോ.
അത് നടക്കാനായിട്ട് ഏകദേശം 6 മണിക്കൂറിൽ കൂടുതലെടുക്കും ആ വോൾക്കാനം നടന്ന് കയറാനായിട്ട്. നമ്മൾ ഇനി രാവിലെ ഇവിടുത്തെ പൂളിലോട്ട് പോവാണ് കേട്ടോ, ഒന്ന് നീന്താൻ വേണ്ടി. ഇവിടെ രാവിലെ അങ്ങനെ അധികം ആളുകളില്ല, എല്ലാവരും ജോലിക്ക് വരികയാണ്. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ മുഴുവൻ കാറുകൾ കൊണ്ട് നിറയും. ഈ കാണുന്ന നമ്മുടെ വോൾക്കാന 4 വർഷം മുന്നേ ഒന്ന് പൊട്ടിയതാണ്, പൊട്ടി ഒലിച്ചു. ബട്ട് ആളുകൾക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ ഭാഗത്തോട്ടാണ് വന്നത്, വീണത്. ഇവിടെ എന്ത് വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ഇവിടുത്തെ പൂളിലോട്ടാണ് കേട്ടോ. എന്തൊരു വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണല്ലോ. ഇവിടെ പാർക്ക് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, ഈ കാണുന്ന ഭാഗത്ത് ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ പൂൾ ഏരിയ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തോട്ട് വന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കത്തീഡ്രലാണ് കേട്ടോ, സെൻറ്റ് മൈക്കിളിലെ കത്തീഡ്രലാണ്. ഇവിടെ ഉള്ള സെൻറ്ററുകളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒരു പാർക്കും ഒരു കത്തീഡ്രലും ഇവർക്ക് നിർബന്ധമാണ് കേട്ടോ. ഇവിടെ തലസ്ഥാനത്തെ അല്ല, ഇവരുടെ നഗരത്തിലെ സെൻറ്റർ ഭാഗത്തോട്ടൊക്കെ. ഹലോ, നമ്മുടെ ബ്രോന്റെ സുഹൃത്താണ്. ബ്രോ എവിടെയോ പോവാണ്, അപ്പം എന്നെയും കൊണ്ടുപോവാണ്. ബ്രോ എനിക്ക് ഒരു പുഴ കാണിച്ചിട്ട് അത്ഭുത പുഴയെന്ന് കേട്ടോ, ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ലെമിസി, അതായത് ഈ പുഴയുടെ ഈ ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള വെള്ളം, അത് കറക്റ്റാണ്, വളരെ മോശമായിട്ടുള്ള വെള്ളം, വളരെ മോശമൊന്നുമല്ല എന്നാലും കലങ്ങൽ വെള്ളമാണ് ഈ ഒരു ഭാഗത്ത്. ബട്ട് അതേസമയം പുഴയുടെ അപ്പുറത്ത് ആ ഒരു ഭാഗത്ത് പോയാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാൻ നോക്കട്ടെ അതെങ്ങനെയാണ്, സത്യമാണോ അത്. അത് കൊള്ളാലോ. ഈ ഒരു ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം കേട്ടോ. ഇവിടെ നിങ്ങോട്ട് പിന്നെ അഴുക്ക വെള്ളം, അതെന്ത് മഹാത്ഭുതമല്ല, അവിടെ നിന്ന് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ക്ലിയർ വെള്ളം. ഇവിടെ വരുമ്പോൾ ഒഴുകുന്നില്ല കേട്ടോ, അതിങ്ങനെ കെട്ടിക്കിടക്കുവാണ്. അത് മാത്രമാണ് ഇതിൻ്റെ കാരണം. ഇത് വലിയ മഹാത്ഭുതമായിട്ടാണ് ബ്രോ കാണുന്നത്. ആ മഹാത്ഭുതത്തിന് വേണ്ടിയാണ് എന്നെ നിർത്തിയത്. വെയിലത്തിന് ചാടി ഇറങ്ങി നമ്മളിവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്ത് എങ്ങോട്ടോ പോവാം. You don't know the reason? No. So you think it's a magic? Maybe it's magic. ബ്രോ പറയുന്നത് മാജിക് അല്ല കേട്ടോ. അതായത് അവിടെ ഒഴുകുന്നില്ല, അവിടെ ഫുള്ള് ഇങ്ങനെ കട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങോട്ട് അവിടെ വരെ മാത്രം ഒഴുകുന്നു. അവിടെ പാറക്കല്ല എന്തോ ഉണ്ട് കേട്ടോ, അതാണ് റീസൺ. ഇവരെന്തോ വലിയ കാര്യം സ്പാനിഷിൽ പറയുന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് ഗസ് ചെയ്യാനെന്ന് കേട്ടോ അവരെന്തിനു പറയുന്നതെന്ന്. ഓക്കെ, കണ്ടിന്യൂ. No, se supone que no, pero no sé. Pero a lo mejor sí, ¿verdad? Eso era lo que les hacía falta. ഒന്നും മനസ്സിലാവില്ല. No bro, I'm not understanding. നമ്മളങ്ങനെ രാജ്യത്തിന്റെ ഉത്തര ഭാഗത്തോട്ടാണ് കേട്ടോ ഇപ്പൊ കാറിൽ യാത്ര ചെയ്ത് പോകുന്നത്. ഇവിടെ സൈഡിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ആൾക്കാർ വിൽക്കുന്നുണ്ട്. ഇവിടെ സ്ട്രീറ്റിലെല്ലാം എന്തൊക്കെ വിൽക്കുവാണ് കേട്ടോ. എന്താ വിൽക്കുന്നത്? നാരങ്ങ വെച്ചിട്ട് എന്തോ സാധനമാണ്. ഇവിടെ നമ്മൾ റോഡിന്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. വണ്ടിയെല്ലാം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമുക്ക് വേണ്ടി. ഇവിടെ വഴിയരികിൽ ഇതുപോലെ കുറേ ആളുകളുണ്ട്. നമ്മൾ വേറൊരു ടൗണിലൂടെയാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ ടൗണൊക്കെ. ഇങ്ങനെ നല്ല വൈബ് ടൗണുകളാണ്. ഇവിടെ തന്നെ എന്താ വണ്ടി പൈസ വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ്. നമ്മൾ പച്ചമാങ്ങ കേട്ടോ, പുളിപ്പ് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ. Pachamanga. ആ, Repetido, así se dice en Maya. green mango. Pachamanga. Yes. Torola River. It's your first time? It's my first time too. Ah. This is a Torola River. This river comes from Honduras. Torola River? Yeah. Oh, river. Okay. And he started in Honduras. Oh. ഹൊണ്ടുറാസിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു പുഴയാണ് കേട്ടോ. അവിടോട്ട് നമ്മളൊന്ന് നിർത്തിയതാണ്. ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് മലകളും അധികം ആളുകളൊന്നുമില്ല. കുറച്ച് കാമാണ് ഈ കാണുന്ന സ്ഥലങ്ങൾ. നല്ല മലകളാണ് എല്ലായിടത്തും. ഫുള്ള് നല്ല അടിപൊളി മലകൾ. എന്താ നമ്മുടെ പുഴ അവിടെ നമുക്ക് മനോഹരമായിട്ടുള്ള ഭാഗം കാണാൻ സാധിക്കും. ഈ കാണുന്ന സ്ഥലത്ത് അങ്ങ് അറ്റത്തായിട്ട് കുറേ പേര് വെള്ളത്തിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര നല്ല അടിപൊളി നേച്ചറാണ് കേട്ടോ. എന്താ അവിടെയും കണ്ടോ,
കുട്ടികൾ കളിക്കാനായിട്ട് വന്നു. അവിടെ ഒരു ഫാമിലി ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് എന്തോ വന്നതാണ് കേട്ടോ. ഒരു പിക്നിക്കായിട്ട് വന്ന് അടിച്ചു പൊളിക്കുകയാണ്. കുട്ടികൾ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നു. ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും കുറേ പേരെ. നമ്മൾ ഏതോ ഒരു കുഞ്ഞു സ്ഥലത്ത് വന്നു കേട്ടോ. ആ കുഞ്ഞു സ്ഥലത്തുള്ള അറമ്പാലയിലും ഒരു പള്ളിയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത്. അതും ഇവിടുത്തെ ഒരു പാർക്കും. ഇവിടെ എല്ലാ മെയിൻ സെൻറ്ററുകളും ഒരു പള്ളിയും പാർക്കും വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നല്ല പെയിൻറ്റിങ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ സെൻട്രൽ ഭാഗം. ഈ കാണുന്നതാണ് അറമ്പാല. ആ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി. കുഞ്ഞു സ്ഥലം കേട്ടോ. കുഞ്ഞെന്ന് പറയുന്നത് വളരെ കുഞ്ഞു സ്ഥലമാണ്. ഇത് ടൂറിസ്റ്റ് ഏരിയ ഒന്നുമല്ല. വളരെ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരിടമാണ് ഈ കാണുന്നത്. ഇവിടെ ഇവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള കുറേ ക്യാൻഡീസാണ്. നമ്മുടെ കോക്കനട്ട് ഉണ്ടാക്കിയത് ഫിഗ്, ഇത് നമ്മുടെ ചെറി, അങ്ങനെ പലതരത്തിലാണ്. ടാമറിൻ നമ്മുടെ പുളിയുടേത്, കുറേ ക്യാൻഡീസ് സംഭവങ്ങളൊക്കെയാണ്. പീനട്സ്, നമ്മുടെ കപ്പലണ്ടിയുടെ ഇത്. അവരൊരു ബാസ്ക്കറ്റ് തരും. ബാസ്ക്കറ്റിൽ ആവശ്യമായിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. ഇവിടെ പിന്നെ കുറേ തട്ടുകളാണ്, ഭക്ഷണം കഴിക്കാനുള്ള തട്ടുകളാണ്. അപ്പോൾ ഇന്നിവിടെ ആക്ച്വലി കാർണിവൽ ഉണ്ട് കേട്ടോ. ഈ സിറ്റി സ്ഥാപിച്ച ദിവസമാണ്, ഈ കുഞ്ഞു ഗ്രാമം സ്ഥാപിച്ച ദിവസമാണ്. അതുകൊണ്ടുള്ള ഇതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചിപ്സൊക്കെ, ഇവിടെ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് എന്തോ പരിപാടിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് ഇവിടെ പരിപാടി എന്തോന്ന് തോന്നുന്നു. ഇവിടെയും എന്തൊക്കെ കുഞ്ഞു കടകൾ കേട്ടോ. കുഞ്ഞു കടകൾ. മേഘാലയയിലെ മൗലിലോങ് വില്ലേജ് എത്തിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ അതേ മരങ്ങൾ, അതേ സസ്യങ്ങൾ, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയകൾ എല്ലായിടത്തും. ഇതാ ഫുള്ള് വാഴയാണ് കേട്ടോ. ഈ നാട്ടിൽ വാഴകളും മാവും ധാരാളം ഉണ്ട്. ഇവർ ഒരു ബാത്റൂം തപ്പി അടക്കുവാണ് കേട്ടോ, 2 എണ്ണം. നല്ല രസമുള്ള സ്ഥലം. യെസ്, ഇവിടെ വന്ന് ബാത്റൂം കണ്ടെത്തി. ബാത്റൂമിന്റെ അകത്ത് പ്ലീസ് ഡിപ്പോസിറ്റ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഇമോജിയൊക്കെ വെച്ചിട്ട് അവസാനം പുറത്തോട്ട് ഇറങ്ങി. മൂത്രമൊഴിക്കാൻ ഒരു 50 രൂപ അടുപ്പിച്ച് കൊടുക്കണം. കുളിക്കാൻ $1 95 രൂപ അടുപ്പിച്ച് കൊടുക്കണം. ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ ഒരു 150 രൂപയൊക്കെ അടുപ്പിച്ച് കൊടുക്കണം. ഷാമ്പൂ, ക്രീം എല്ലാം. Bien. Exacto, le digo yo. A ver qué dijo, pero What she say? Yo no sé qué dijo el libro, yo le dije yeah, okay. She said that she don't know what you said. ഇതാണ് നമ്മുടെ ചുറ. കുറച്ച് സലാഡ്. ഇത് കപ്പയിലുണ്ടാക്കിയ ഒരു ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. വിശക്കുന്നു. ഉച്ചയ്ക്ക് ഇതാണ് ഭക്ഷണം. ¿Dónde soy de India? ¿De la India? Ah. Oh, ya. Me llega. India. ¿Dónde? Yo, Arambala. പുള്ളിക്കാരി അറമ്പാലക്കാര്. qué bonito. Muchas gracias. Gracias por tu aporte también, porque te estamos enviando mensajes, ¿no? ¿Cómo no? Viajando. Viajando. Por todos América. Oh, ya. Todos América viajando. Toda América. América Latina, digo. Te hago una pregunta, ya que lo conectamos. La pregunta es, ¿qué dice usted de Venezuela? പുള്ളിക്കാരൻ വിചാരിച്ചു എൻ്റെ സ്പാനിഷ് കേട്ടപ്പം എനിക്ക് സ്പാനിഷ് അറിയാം. പക്ഷേ കുറച്ച് അറിയാം. Ya. Trump mucho problema. Mucho cabal. Trump problem. Dios guarde, nunca jamás lo queríamos hacer. Nobody here like Trump. I tell the history for this town. This town is about for Left wing. Communist? Yeah. Wow. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ് കേട്ടോ ഈ കാണുന്ന. From Arambala, El Mozote, Yeah. todo, all that people is Communist. Yeah, exactly. Wow. Yeah, for this reason, don't like Trump. Wow. Exactly. കമ്മ്യൂണിസ്റ്റുകാരാണ് കേട്ടോ. Ok, está bien. പുള്ളിക്കാരന് വാളൊക്കെ ഉണ്ട് കേട്ടോ. Ese se le puede enseñar el corvo. Wow. Wow. Este es maquetito. Muy bien. Miren, qué bonito. Está bonito, lo tengo yo aquí. Miren. വാളാണ് കേട്ടോ. നല്ല വാവ്.
americano. പാർട്ടി ഗ്രാമമാണ് കേട്ടോ. ട്രംപ് Le cortamos el cajato. ട്രംപ് A Trump ya lo van a dar mecha. Ya lo tienen amenazado también. നമ്മുടെ കേരളത്തിലെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പോലത്തെ ഇവിടത്തെ പാർട്ടി ഗ്രാമങ്ങളാണ്. നമ്മൾ ആ കാണുന്ന ബൈക്കിനെ ഫോളോ ചെയ്തിട്ട് എങ്ങോട്ടോ പോവാണ്, ഏതോ മലയിലോട്ട്. നമ്മള് പോയി ഗോട്ടമല എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഏതൊക്കെ ലോക്കൽ വീടുകൾ, പട്ടികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാം. നമ്മൾ ഫുള്ള് വില്ലേജിലായി കേട്ടോ. ചെറിയ വീടുകൾ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഗോട്ടമലയാണ്. ഈ മലകൾ കഴിഞ്ഞാൽ പക്ഷെ ഇങ്ങോട്ട് റോഡൊന്നുമില്ല. പക്ഷെ ഏതോ ഒരു കാട്ടുചോല ഏരിയയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തെ മല പോയാൽ നമ്മുടെ ഹോണ്ടറാസ. താഴത്തെ മലയൊക്കെ കയറി ഇറങ്ങിയപ്പം ഓക്കെ ടയേർഡായി ഉപ്പാട് വന്നിരിക്കുന്നു. ശ്വാസം വിടാൻ പറ്റുന്നില്ല കേട്ടോ പാവത്തിന്. നമ്മൾ ആ മല കയറി ഇറങ്ങി വന്നു. അവരുടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ് കേട്ടോ. ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. നമ്മളടുത്തൊരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ ഒരു വലിയൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു മെമ്മോറിയൽ ഏരിയ ആണ് കേട്ടോ. അതായത് ഇവിടുത്തെ പണ്ടത്തെ സിവിൽ വാറിൻ്റെ സമയത്ത് ഇവിടുത്തെ അന്നത്തെ ഒരു സിവിൽ വാറിനെ ഒതുക്കാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും കൊന്നുകളയാൻ വേണ്ടി പറഞ്ഞപ്പോൾ എല്ലാ ആൾക്കാരെയും കൊന്നുകളഞ്ഞു. അവരുടെ ഒരു മെമ്മോറിയലിൻ്റെ ഭാഗമായിട്ടാണ്. ആൻഡ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നുണ്ട്. Bienvenidos acá al Caserío Mozote. Mi nombre es María Crescencia Chicas Amaya. Nosotros pues somos un grupo de mujeres que estamos trabajando para recibir la gente que los visite a lo que es el testimonio. She is a group of women, and they receive the people, they hosted the people that come to Mozote, and she tell the history. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുത്തെ വലിയ കഥയെന്ന് പറയുമ്പോൾ, പണ്ട് സിവിൽ വാർ നടന്നല്ലോ. സിവിൽ വാർ ആക്ച്വലി ഒരു ലെഫ്റ്റ് പ്രസ്ഥാനം ഇങ്ങനെ ഉയർന്നു വന്നു. എന്നിട്ട് ഇവിടുത്തെ പട്ടാളക്കാരെയൊക്കെ എടുത്തു കളയാനായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പട്ടാളക്കാർ എന്ത് പറയുന്നു, അന്ന് പറഞ്ഞു ഇവിടെ റെഡ് ക്രോസിൻ്റെ വക ഫ്രീ ആയിട്ട് ഫുഡുണ്ട്, നിങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ആളുകളെല്ലാം വന്നു. ഏകദേശം 1000 പേര് വന്നു. 1000-ഓളം പേരെ ലാസ്റ്റ് ഇവർ വന്നിട്ട് ചതിയിൽ അകപ്പെടുത്തിയിട്ട് എല്ലാവരെയും വെടിവെച്ച് കൊന്നു. സ്ത്രീകളെയും പെൺകുട്ടികളെയൊക്കെ അവർ പീഡിപ്പിച്ചു ലൈംഗികമായിട്ട്. 10 വയസ്സ്, 5 വയസ്സ്, 10 വയസ്സ്, 2 വയസ്സ്, 21 വയസ്സ്, 40 വയസ്സ്, 36 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സ്, 1 വയസ്സ്, 8 വയസ്സ്, അങ്ങനെ എല്ലാവരുടെയും പല ആളുകളുടെയും ബോണുകൾ ഇവിടെയാണ് കേട്ടോ ആക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വില്ലേജിലുള്ള എല്ലാ ആളുകളെയും കൊന്നു. ബട്ട് അതിൽ ഒരു സർവൈവർ ഉണ്ടായിരുന്നു. ആ സർവൈവർ പറഞ്ഞ കഥയാണ് പുള്ളിക്കാരി ഇപ്പം നമുക്ക് വിശദീകരിച്ച് തന്നത്. പിന്നീട് ആ സർവൈവറായിട്ടുള്ള ആള് സ്ത്രീ 2007 അവരും മരിച്ചു. ഇവിടെ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥന എന്തോ നടക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ കത്തോലിക്കല്ലാന്ന് തോന്നുന്നു, പ്രൊട്ടസ്റ്റൻസിന്റെ ചർച്ചാണെന്ന് തോന്നുന്നു കേട്ടോ. También, ¿qué estaba haciendo David cuando es ungido rey? Andaba pastoreando. ഈ കാണുന്നത് പണ്ടത്തെ കുറേ ചിത്രങ്ങളാണ് കേട്ടോ. ഈ കാണുന്ന ഒരു സ്ത്രീ പുള്ളിക്കാരിയാണ് ഇവിടുത്തെ ആകെ ഒരു സർവൈവർ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ കമ്മ്യൂണിസം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് ആ വില്ലേജില്ല, തൊട്ടപ്പുറത്തെ വില്ലേജാണ്. പിന്നീട് അതിനുശേഷം ഇവിടെ ഉള്ള വില്ലേജുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് രീതിയിലായി, ലെഫ്റ്റായി. കാരണം അവർക്കിങ്ങനെ വലിയൊരു അക്രമം നടന്ന് പട്ടാളത്തിൻ്റെ എന്തെങ്കിലും മാസക്കേറ് നടന്ന നരഹത്യ നടന്നപ്പോൾ പിന്നീട് ഇവിടെ ഉള്ള ആളുകളെല്ലാം വിപ്ലവകാരികളായി, കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറി. അങ്ങനെ പിന്നീട് അവർ തോക്കുകളൊക്കെ വെച്ച് അവർ സ്വന്തമായിട്ട് റെബലിയൻസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ പരിശീലനങ്ങൾ അങ്ങനത്തെ കുറേ ചിത്രങ്ങളാണ് കേട്ടോ. പിന്നീട് ഇവർ ഏതാണ്ട് അവർ മാവോയിസ്റ്റുകളെന്നൊക്കെ വിളിക്കൂലേ, അതുപോലെ ഇവിടുത്തെ അന്നത്തെ ഭരണവിരുദ്ധക്കെതിരെ പോരാടാനായിട്ട് അവർ തോക്ക് ഏന്തി അവർ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രഖ്യാപിച്ച് അവരുടെ ഒരു റെസിസ്റ്റൻറ്റ് ഫോഴ്സായിട്ട് മാറി. അതിൻ്റെ കുറേ ചിത്രങ്ങളൊക്കെയാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് വേറെ എവിടെയാണ് നീന്താൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവിടെ വാവ്, ഇവിടെ വെള്ളച്ചാട്ടമാണ് കേട്ടോ. വെള്ളച്ചാട്ടമല്ല, വെള്ളം വരുന്ന ഒരു ഏരിയ ആണ്. ഒരു പാലത്തിൻ്റെ അടി, ആ കാണുന്ന പാലം. നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇതാണ് കേട്ടോ സ്ഥലം. ഇതുപോലുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബ്രോ വെള്ളത്തിൽ ഓൾറെഡി ഇറങ്ങി. തണുപ്പത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. Is it very cold? No problem, go. ഞാൻ പറഞ്ഞു തണുപ്പില്ലേ, നമ്മൾ പറഞ്ഞു ഇല്ല ഞാൻ ഇറങ്ങുന്നു എന്തായാലും. Go man, go. നീന്താനായിട്ട് ഒരു പൂള് പോലുള്ള ഭാഗം കണ്ടെത്തി.
പുള്ളി ഇതോ അങ്ങ് എത്തി കേട്ടോ. നമ്മളത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വഴിയിൽ നിർത്തിയതാണ്. ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബീൻസും ചീസൊക്കെ ഉള്ള നമ്മുടെ ഇവരുടെ പ്രധാന പുപ്പൂസ ഭക്ഷണമാണ് കേട്ടോ. ഇതും പുപ്പൂസയാണ്, പക്ഷേ ഇതിൽ വേറെ സംഭവിച്ച പുപ്പൂസയാണ് കേട്ടോ. പ്രൊവൈച്ചോ.